ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈക്കോലൈസിസിനെ കുറിച്ചാണ്. ഓക്കെ, ക്ലാസ് 11 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസിനെ നമുക്ക് EMP പാത്വേ എന്ന് വിളിക്കാം. കാരണം ഈ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചത് 3 സയൻറ്റിസ്റ്റാണ്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംഡൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. എം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേയർ ഹോഫിനെയാണ്. മേയർ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. അതുപോലെ പി എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർനസിനെയാണ്. എംഡൻ, മേയർ ഹോഫ് ആൻഡ് പാർനസ്. സോ നമുക്ക് ഈ പാത്വേ EMP പാത്വേ എന്ന് വിളിക്കാം. അതുപോലെ EMP പാത്വേ അഥവാ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഈ പോയിന്റ് ഓർത്തിരിക്കണം. ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. EMP പാത്വേ എന്നുള്ളതും അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ പ്രോസസ് നടക്കുന്ന സൈറ്റോപ്ലാസത്തിലാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്ലൈക്കോലൈസിസ് ഒരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമുക്കിവിടെ 10 സ്റ്റെപ്പ് കാണാൻ കഴിയും. അതുപോലെ ഗ്ലൈക്കോലൈസിസിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലൂക്കോസിനെ 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്ലൈക്കോലൈസിസ് എന്ന് വിളിക്കുന്നത്. ഗ്ലൈക്കോലൈസിസ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 മോളിക്യൂളാണ് എന്നുള്ളതാണ്. 2 മോളിക്യൂൾസ് പൈറൂവിക് ആസിഡിൻ്റെ പ്രൊട്ടക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലൈക്കോലൈസിസ്. ആദ്യമായി ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിൽ നമുക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ATP ആയിരിക്കും. ദെൻ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താ ATP എന്ന് പറഞ്ഞാൽ? ATP എന്ന് പറഞ്ഞാൽ ഒരു അഡിനിൻ ഗ്രൂപ്പ്, അതുപോലെ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ശരിയല്ലേ? അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്നാൽ ADP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അതായത് ഒരു അഡിനിൻ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ ATPയിലെ 3 ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ആർക്ക് കൊടുക്കും? ഗ്ലൂക്കോസ് കൊടുക്കും. സോ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 6 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ഫോസ്ഫേറ്റ് കിടക്കുന്ന പൊസിഷനാണ്. സോ ഒരു ഫോസ്ഫേറ്റ് ATPയിൽ നിന്ന് ഗ്ലൂക്കോസിലോട്ട് പോകുമ്പോൾ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റും ഐസോമേഴ്സ് ആണ്. സോ ഈ പ്രോസസ് നടക്കുന്നത് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലായിരിക്കും. ഇവിടുത്തെ എൻസൈമിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോമറേസ്. അതുപോലെ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലായിരിക്കും. ഹെക്സോകൈനേസ്, ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെക്സോകൈനേസ് നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാൻ കഴിയും. കാണുന്നില്ല അല്ലേ? ഹെക്സോകൈനേസ്, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെക്സോകൈനേസ് ഇതൊരു എൻസൈമാണ്. എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോസ്ഫോറൈലേസ് എൻസൈമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബിസ്ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിൽ 2 ഫോസ്ഫേറ്റ് ഉണ്ട്. 2 ഫോസ്ഫേറ്റ്, അതായത് 1ാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലും. പക്ഷേ ഇവിടെ എത്ര ഫോസ്ഫേറ്റേ ഉള്ളൂ? സിംഗിൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പേ ഉള്ളൂ. അതായത് ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഈ എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത് ആരായിരിക്കും? ATP ആയിരിക്കും. സോ ATP എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ദെൻ അടുത്ത സ്റ്റേജിൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് 2
കോമ്പൗണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കും ഡൈഹൈഡ്രോക്സി അസെറ്റോൺ 3-ഫോസ്ഫേറ്റ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഡൈഹൈഡ്രോക്സി അസെറ്റോൺ 3-ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവർ ഇൻ്റർ കൺവേർട്ടബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് മറ്റൊരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ആ കോമ്പൗണ്ടിനെ വിളിക്കാൻ നമുക്ക് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ്. എന്താ പറഞ്ഞേ? 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ്. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് ഒരു എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഈ എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിരിക്കും. ഈ സമയം NAD+ എന്ന് പറയുന്ന കോമ്പൗണ്ട് NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. NAD എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് പല എക്സാമ്പിളും ഈ കൺവേർഷനുമായി ബന്ധപ്പെട്ട് NADH2 ഏത് സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ ഫോം ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നതാണ്. അടുത്ത സ്റ്റേജിൽ 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഓക്കെ, ഇവിടെ 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റിൽ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? 2 ഫോസ്ഫേറ്റ് ബിസ്, അതായത് ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും. എന്നാൽ ഈ കോമ്പൗണ്ടിലോ സിംഗിൾ ഫോസ്ഫേറ്റ് അറ്റ് തേർഡ് പൊസിഷൻ. അതായത് ഈ കോമ്പൗണ്ടായി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP, മറ്റുള്ള കളറിൽ കാണിക്കാം, റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP അക്സെപ്റ്റ് ചെയ്യും. ദെൻ ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഇവിടെ ATPയുടെ ഫോർമേഷനാണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ATPയുടെ യൂസേജ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റേജിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഓക്കെ, ഈ കൺവേർഷന് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. എന്താണ്? ഞാനിവിടെ എഴുതാം, ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. മനസ്സിലായല്ലോ? ഇതിനു മുമ്പ് നമ്മൾ ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത എൻസൈമാണ് എന്ത്? ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. അടുത്ത സ്റ്റേജിൽ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. ഈ കൺവേർഷന് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ഇനോലേസ് എൻസൈം. മൂന്നാമത്തെ എൻസൈമിൻ്റെ പേരെന്താണ്? ഇനോലേസ് എൻസൈം. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്തായിട്ട് മാറുമെന്നറിയോ? നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. പൈറൂവിക് ആസിഡ്. ഓക്കെ, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിൽ നിങ്ങൾക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാൻ കഴിയും, ശരിയല്ലേ? എന്നാൽ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല. അതായത് ഈ കൺവേർഷൻ്റെ സമയത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു. അതായത് ഈ നഷ്ടപ്പെട്ട ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആര് അക്സെപ്റ്റ് ചെയ്യുമെന്നറിയോ? ADP അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. അതായത് ATPയുടെ ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് സ്റ്റേജിൽ. ഇവിടെ ATP ഫോം ചെയ്തു, ഇവിടെ ATP ഫോം ചെയ്തു, ഇവിടെയും ATP ഫോം ചെയ്തു, ശരിയല്ലേ? സോ നമ്മൾ ഗ്ലൂക്കോസിൽ സ്റ്റാർട്ട് ചെയ്തത് ഗ്ലൂക്കോസിൽ നിന്നാണ്. എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? പൈറൂവിക് ആസിഡ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞത് എത്ര മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്ന? 2 മോളിക്യൂൾ അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് 1 മോളിക്യൂളോളം കിട്ടിയ, ബാക്കി മോളിക്യൂൾ അവിടെ പോയി. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റ് 2 കോമ്പൗണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ 3-ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും. ശരിയല്ലേ? ഇവർ ഇന്റർ കൺവേർട്ടബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്
ആദ്യത്തെ മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഫോം ചെയ്യും. ഫസ്റ്റ് മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഫോം ചെയ്യും. അതിനുശേഷം ഡൈഹൈഡ്രോക്സി അസെറ്റോൺ 3 ഫോസ്ഫേറ്റ് വീണ്ടും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയി മാറും. അതിനുശേഷം ഈ രണ്ടാമത് ഫോം ചെയ്ത ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? രണ്ടാമത്തെ പൈറുവിക് ആസിഡ് ഫോം ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഈ സൈക്കിള് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് പൈറുവിക് ആസിഡ് ആവുന്ന സൈക്കിൾ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ATP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൺസെപ്റ്റ് ബേസ് പഠിക്കാൻ ഇത് വളരെ വളരെ സിമ്പിളാണ്. ഇനി നമുക്കിവിടെ എത്ര ATPയും NADH2 ഫോം ചെയ്തു എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം ATPയുടെ കണക്കെടുക്കുകയാണ്. ഇവിടെ ATP എത്ര ATP ഫോം ചെയ്തു നോക്കാം. ഇവിടെ മറ്റൊരു കളർ കാണിക്കാം. ഇവിടെ ഒരു ATP ഫോം ചെയ്തു, ശരിയല്ലേ? അതുപോലെ ഇവിടെയും ഒരു ATP ഫോം ചെയ്തു. 2 ATP. ഈ 2 ATP ഫോം ചെയ്ത് ഒരു സൈക്കിളാണ്. അപ്പോൾ 2 സൈക്കിളാണെങ്കിലോ, 2 സൈക്കിളാണെങ്കിൽ എത്ര ATP ഉണ്ടാവും? 2 × 2 എത്ര ATPയാ? 4 ATP ഉണ്ടാവും, ശരിയല്ലേ? ഞാനിവിടെ 4 ATP എന്നെഴുതി, 4 ATP. എന്നാൽ ഇവിടെ എത്ര ATP നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ ഒരു ATP യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ATP ADP ആയി മാറുക. ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ADP ATP ആയിട്ട് മാറുക ആ പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഒരു ATP ഉപയോഗിച്ചു. ഇവിടെ രണ്ടാമത്തെ ATP ഉപയോഗിച്ചു. ഓക്കെ, നമ്മൾ എത്ര ATP ഉപയോഗിച്ചു? 2 ATP ഉപയോഗിച്ചു. 4 ATP മൈനസ് 2 ATP എത്രയാ? 2 ATP. നമ്മുടെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് ഗെയിൻ ATP എന്ന് പറയുന്നത് 2 ATP ആണ്. എന്നാൽ ഇവിടെ ATP അല്ലാതെ മറ്റൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, അതായത് NADH2. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഒരു NADH2 എന്ന് പറഞ്ഞാൽ 3 ATPയാണ്. എന്താ പറഞ്ഞേ? ഒരു NADH2 എന്ന് പറഞ്ഞാൽ എത്ര ATPയാണ്? 3 ATPs ആണ്. അതായത് നമ്മൾ ഒരു NADH2 എന്ന് പറഞ്ഞാൽ 3 ATPയാണ്. ഇവിടെ എത്ര NADH2 ഫോം ചെയ്തു? ഒരു സൈക്കിളിൽ ഒരു NADH2. രണ്ടാമത്തെ സൈക്കിളിൽ രണ്ടാമത്തെ NADH2. ടോട്ടൽ 2 NADH2 ഫോം ചെയ്തു. 2 NADH2. ഒരു NADH2 3 ATP ആണെങ്കിൽ 2 NADH2 എത്രയാ? 2 × 3 എത്രയാ? 6 ATP. ഈ 6 ATPയും ഈ 2 ATPയും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 8 ATP കിട്ടൂലേ? ടോട്ടൽ എത്ര വരും? 8 ATP. നമ്മൾ ATP മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര ATPയാണ്? 2 ATP. നെറ്റ് ഗെയിൻ 2 ATP. എന്തായാലും നമ്മൾ NADH2നെയും ATPയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പറയാം? 8 ATP എന്ന് പറയാം. നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിലോ, നമ്മൾ എന്ത് പറയണം? 2 ATP നെറ്റ് ഗെയിൻ ആണ്. അതുപോലെ എത്ര ATP ഫോം ചെയ്തു? 2 ATP ഫോം ചെയ്തു, 2 NADH2 ഫോം ചെയ്തു. നിങ്ങളുടെ ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും വരാം. നിങ്ങളെല്ലാം പഠിച്ചിരിക്കാം. 2 ATP, 2 NADH2. ദെൻ വേണമെങ്കിൽ നമുക്ക് NADH2നെ ATPയിൽ കൺവേർട്ട് ചെയ്തിട്ട് ടോട്ടൽ 8 ATP ഇതുവാണെങ്കിലും പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.